ഹായ് ഓൾ, വെൽക്കം ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. ഹനീഫ് അദനി സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിച്ച മാർക്കോ എന്ന സിനിമ ഉണ്ട്. സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എക്സ്ട്രീം വയലൻസ് ഉള്ളൊരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടം. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത് സിനിമയുടെ മേക്കിംഗ് തന്നെയാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഹനീഫ് അദനി ഓരോ ഷോട്ടും എടുത്തു വച്ചിരിക്കുന്നത്. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എടുത്തു പറയേണ്ടതാണ്. റിച്ച് ഫ്രെയിംസ് ആണ് സിനിമയിലുടനീളം. രണ്ടാമത്തേത് ഉണ്ണി മുകുന്ദനാണ്. മാർക്കോ എന്ന കഥാപാത്രമായി ഉണ്ണി മുകുന്ദന്റെ ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഈ സിനിമയിൽ. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട്ഫിറ്റും സ്റ്റൈലും സ്വാഗും ഫിസിക്കും എല്ലാം കൊണ്ടും ഒരു ഉണ്ണി മുകുന്ദൻ ഷോ തന്നെയായിരുന്നു മാർക്കോ. ഡയലോഗ് ഡെലിവറി മാത്രമാണ് ചിലയിടത്തൊരു പ്രശ്നമായി തോന്നിയത്. ജഗദീഷ് സിദ്ദീഖ്, അഭിമന്യു ഷമ്മി തിലകൻ എന്നിവരെയും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിലേത്. വില്ലനായി വരുന്ന കബീർ സിംഗിന്റെ സ്ക്രീൻ പ്രസൻസും ടെററായിരുന്നു. രവി ബസൂറിന്റെ മ്യൂസിക് ആണ് മൂന്നാമത്തേത്. നല്ല കിടിലൻ BGM തന്നെയായിരുന്നു സിനിമയിലേത്. ഓരോ സീനിനും ഡബിൾ ഇമ്പാക്റ്റ് ആണ് BGM കൊടുക്കുന്നത്. അവസാനം എൻഡ് ക്രെഡിറ്റ്സിൽ വരുന്ന സോങ്ങും അടിപൊളിയായിരുന്നു. കലൈ കിങ്സിന്റെ ആക്ഷൻ ആണ് മറ്റൊരു ഐറ്റം. അടിപൊളി ഫൈറ്റ്സ് ആയിരുന്നു എല്ലാം. ജോൺ വിക്ക് എന്ന സിനിമയിലെ പോലത്തെ എക്സ്ട്രീം ലെവൽ ആക്ഷൻസ് ആയിരുന്നു ഈ സിനിമയിലേത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചന്ദ്രു സെൽവരാഘവന്റെ ക്യാമറ വർക്കും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും സിനിമയുടെ പോസിറ്റീവ്സ് തന്നെയാണ്. ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എക്സ്ട്രീം വയലൻസ് തന്നെയാണ് ഒന്നാമത്തേത്. സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന വയലൻസ് ഒക്കെ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടാണ് തോന്നിയത്. സിനിമയിൽ ഇത്രയൊക്കെ ഭീകരതയുടെ ആവശ്യമുണ്ടായിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ് മറ്റൊന്ന്. ഗോൾഡ് സിൻഡിക്കേറ്റ് റിവഞ്ച് സ്റ്റോറിയൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും തിരക്കഥ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ ഒരു ഇമോഷണൽ കണക്ട് കഥാപാത്രങ്ങളോട് നമുക്ക് തോന്നുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ടായിരിക്കും സെക്കൻഡ് ഹാഫിലെ വയലൻസ് ഒക്കെ ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയത്. കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ, കട്ട വയലൻസ് ഒക്കെ ഉള്ള ഒരു ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മാർക്കോ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഫാമിലി ഓഡിയൻസ് ആ ഭാഗത്തേക്ക് പോകുകയേ വേണ്ട. എനിക്ക് മാർക്കോ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിരുന്നു. മൈ റേറ്റിംഗ് ഫോർ ദിസ് മൂവി 2.5 ഔട്ട് ഓഫ് 5. ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.